നമസ്കാരം. പതിരും കതിരും. പൂച്ച നല്ല പൂച്ച, വൃത്തിയുള്ള പൂച്ച, പാല് വെച്ച പാത്രം വൃത്തിയാക്കി വെച്ചു. ഇത്തരം പൂച്ചകൾക്ക് നമ്മുടെ നാട്ടിൽ ഒട്ടും ക്ഷാമമില്ല. കണ്ണടച്ച് പാല് കുടിക്കുന്ന പൂച്ചയുടെ വിചാരം ലോകം മുഴുവൻ ഇരുട്ടിലാണെന്നാണ്. പറഞ്ഞു വരുന്നത് ഈ കവിത എഴുതിയ കുഞ്ഞുണ്ണിമാഷ് പണ്ട് പനിക്ക് മരുന്ന് വാങ്ങാൻ ആശുപത്രിയിൽ പോയ കഥയാണ്. ഡോക്ടർ ചോദിച്ചു, തലവേദനയുണ്ടോ? ഉണ്ട്. മേലുകാച്ചിലുണ്ടോ? ഉണ്ടല്ലോ. വായിക്ക് രുചിയുണ്ടോ? ഇല്ലേ ഇല്ല. വായിൽ വല്ലതും ഇട്ടാ രുചിയുണ്ട്. ഇതുപോലെയാണ് മാതൃഭൂമി ന്യൂസിലെ അഭിലാഷ് മോഹൻ കഴുത്തുവേദനയ്ക്ക് ചികിത്സയിലിരിക്കുന്ന വീണ ജോർജിനോട് ചോദിക്കുന്നത്. വേദനയുണ്ട്, ഛർദിയുണ്ട്, നീർക്കെട്ടുണ്ട്. ഇതൊക്കെ എന്ന് മാറുമെന്ന് ചോദിച്ചാൽ പാർട്ടി പറയണം. സംസ്ഥാന കമ്മിറ്റി കൂടി തീരുമാനിക്കും വരെ കഴുത്തിൽ ആ കോളർ വേണം. മീശമാധവൻ്റെ ക്ലൈമാക്സിൽ പിള്ളേച്ചൻ ചെവിക്കുറ്റി നോക്കി ഒന്ന് കൊടുക്കുമ്പോഴാണ് പെടലിയുടെ കഴുത്തുവേദന മാറുന്നത്. ആറന്മുളക്കാർ ഈ നാടകം കണ്ട് അടുത്ത തെരഞ്ഞെടുപ്പിൽ ചെപ്പക്കുറ്റിക്കൊന്ന് കൊടുത്താൽ അവിടെ തീരും വീണയുടെ കഴുത്തുവേദന. ജനങ്ങൾ എന്തും സഹിക്കും. പക്ഷേ ഈ വെച്ചുകെട്ടലും വേലയിറക്കലും കള്ളത്തരങ്ങളും പൊറുക്കത്തില്ല. ഇത്രയും കഴുത്തുവേദനയുള്ള, ആഹാരം പോലും കഴിക്കാൻ കഴിയാത്ത, എന്ത് കഴിച്ചാലും ഛർദ്ദിക്കുന്ന അവസ്ഥയിൽ ഈ രോഗി എങ്ങനെ കൊച്ചു വെളുപ്പാൻ കാലത്ത് ആശുപത്രിയിൽ നിന്നും ഒളിച്ചു പോന്നു? നേഴ്സ് കുത്തിവെക്കാൻ ചെന്നപ്പോൾ ഒരു തലയണ പുതപ്പിട്ട് മൂടിയ നിലയിൽ അവിടെ ഉണ്ട്, ആളില്ല. അഭിലാഷ് പലതും കുത്തി ചോദിച്ചു. വീണയുടെ വേദന കൂട്ടുന്നുണ്ട്. ആക്രമണത്തെപ്പറ്റി ചോദിക്കുമ്പോൾ സർക്കാരിൻ്റെ വികസന പദ്ധതികളാണ് വീണ പറയുന്നത്. ആക്രമിച്ചതിനെപ്പറ്റി ഒന്നുമേ പറയുന്നില്ല. എനിക്ക് ശരീരം വേദനിച്ചു അവരുടെ ആക്രമണത്തിൽ. അവരൊന്ന് പതുങ്ങിയ ശേഷം പുലിയെപ്പോലെ കുതിക്കുകയായിരുന്നു പോലും. അപ്പോൾ ഗോവിന്ദൻ പറഞ്ഞ ഗോറില്ല അല്ല, അത് പുലിയായി മാറി. എന്തായാലും ഒരു തികഞ്ഞ രോഗിയുടെ അവസ്ഥയിലാണ് വീണ ഇപ്പോൾ. മന്ത്രിമാർ മുതൽ ഗോവിന്ദനും ജയരാജനും എല്ലാം ഇറങ്ങി വിശദീകരിച്ചിട്ടും ജനം അത്രയ്ക്ക് അങ്ങോട്ട് വിശ്വസിക്കുന്നില്ല. ഇതിപ്പോൾ പുറത്തിറങ്ങാൻ പോലും പറ്റാത്ത അവസ്ഥയിലായല്ലോ കാര്യങ്ങൾ. മന്ത്രി കുറച്ച് ദിവസം കൂടി വീട്ടിലിരിക്കണമെന്ന് ആരോ നിശ്ചയിച്ച് ഉറപ്പിച്ച പോലെയായി കാര്യങ്ങൾ. മന്ത്രിയുടെ കഴുത്തുവേദനയുടെ കാര്യം പറഞ്ഞ് ഡോക്ടർമാരുടെ സമരം കുറച്ചുകൂടി നീട്ടിക്കൊണ്ടുപോകാം. മിത്തും യാഥാർത്ഥ്യവും തിരിച്ചറിയാത്ത ഷംസി റാണി പൊളിഞ്ഞ കഥയുടെയും സംവിധായകൻ. ഗോവിന്ദൻ പറഞ്ഞത് ആക്രമിക്കുന്ന രംഗങ്ങൾ ഞാൻ കണ്ടിട്ടില്ല എന്നാണ്. പക്ഷേ KSUക്കാർ ആട്ടുകല്ലിൻ്റെ കുഴവി തിരിക്കും പോലെ വീണയുടെ കഴുത്ത് പിടിച്ച് തിരിച്ചുവെന്നാണ് ഗോവിന്ദൻ പറയുന്നത്. അരങ്ങു കാണാത്ത മഹാനടനായ പിണറായി മാത്രം മിണ്ടിയില്ല ഇതുവരെ. രോഗിയെ സന്ദർശിച്ചപ്പോൾ തന്നെ അതൊരു സന്ദേശമായി മാറി. അദ്ദേഹം പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാമായിരുന്നു. ഇത്രയും സുഖമില്ലാത്ത, മുഖത്ത് നീർവീഴ്ചയുള്ള, സംസാരിക്കാൻ പ്രയാസമുള്ളയാൾ എന്തിനാണ് 1/4 മണിക്കൂറോളം ഈ അഭിമുഖത്തിനായി ഇരുന്നു കൊടുത്തത്? അല്പം കൂടുതൽ പരിഹാസം ഏറ്റുവാങ്ങാം എന്ന് മാത്രം. കഴുത്തുവേദനയും ഛർദിയും കൂടി അങ്ങോട്ട് ഒത്തുപോകുന്നില്ല. ഷാഫിയുടെ മൂക്കിൻ്റെ പാലം പോലീസ് അടിച്ചു പൊട്ടിച്ചപ്പോൾ മഷിക്കുപ്പിയുമായി ഷോ നടത്തിയ കമ്മികളാണ് ഇവിടെയുള്ളത്. അവർക്ക് എന്തെല്ലാം സംശയങ്ങളായിരുന്നു. KK രമയുടെ കൈപൊട്ടിയപ്പോഴും പരിഹാസമായിരുന്നു. ഇപ്പോഴിതാ കരിങ്കൊടി വീശലിൻ്റെ കാറ്റിൽ കഴുത്തുളക്കി വൈദ്യശാസ്ത്രത്തിനും പോലും ചോദ്യചിഹ്നമായി, ഡോക്ടർമാർക്കൊക്കെ വെല്ലുവിളിയായി വീണ പരിഹാസ കഥാപാത്രമായിരിക്കുന്നു. മികച്ച അഭിനയപാഠം കാഴ്ചവെച്ച 3 സഖാത്തികളാണ് CPMനുള്ളത്. ഒന്ന് ശ്രീമതി ടീച്ചറാണ്. അവരഭിനയിച്ച് തകർത്തത് ബോംബ് കഥയിലായിരുന്നു. അത് കേട്ട് ലോകം മുഴുവൻ കിടുങ്ങിപ്പോയി. ശൈലജ അഭിനയിച്ച് ഫലിപ്പിച്ചത് കാഫിർ സ്ക്രീൻഷോട്ട് എന്ന നാടകത്തിലായിരുന്നു. വീണ കഴുത്തിൽ പിടിച്ച പുലി എന്ന നാടകത്തിലാണ് തകർത്തഭിനയിച്ചത്. ഈ ഇൻ്റർവ്യൂ എങ്കിലും നിങ്ങൾക്ക് ഒഴിവാക്കാമായിരുന്നു. ശത്രുക്കൾ മരിച്ചാലോ വെട്ടുകൊണ്ട് ചത്താലോ അവൻ്റെ ആത്മാവിനെ പോലും വെറുതെ വിടാത്ത നെറികെട്ട രാഷ്ട്രീയം തുടങ്ങി വെച്ചത് ഈ CPMകാരാണ്. ആ കണ്ണിൽ ചോരയില്ലാത്ത പരിപാടിയുടെ കാർമ്മികനാണ് പിണറായി വിജയൻ. ഓർക്കുന്നില്ലേ ആ കുലംകുത്തി പ്രയോഗം? നിങ്ങൾ വിതച്ചത് നിങ്ങൾ തന്നെ കൊയ്തേ പറ്റൂ. ശത്രുവാണെങ്കിൽ അവൻ്റെ വേദന പോലും നിങ്ങൾക്ക് ഹാസ്യമായി മാറും. വരട്ടച്ചൊറി മാന്തിയിളക്കിയ മുറിവ് പോലും നിങ്ങൾ നാട് കത്തിക്കാനുള്ള കാരണമാക്കി മാറ്റി. ശരിക്കും ഇവിടെ വീണയെക്കൊണ്ട് കോമാളി വേഷം കെട്ടിച്ചത് സഭാനാഥൻ ഷംസീർ മുതൽ ജയരാജൻ വരെയുള്ള നേതാക്കളാണ്. ഇനി പാർട്ടി പറയണം എപ്പോൾ വേഷം അഴിക്കണമെന്ന്. വീണ കഴുത്തും തടവിയിരിക്കുമ്പോൾ ഷംസീർ പറയുന്നത് ഡോക്ടറെ വിളിക്കാനല്ല, KK രാഗേഷിനെ വിളിക്കൂ എന്നാണ്. അപ്പോൾ തന്നെ രോഗം മനസ്സിലായി. കാലൻ്റെ ദൂതുമായി വന്ന ഒരു സഖാത്തി നവീൻ ബാബുവിന് മരണവാറണ്ട് എഴുതിയപ്പോൾ സഖാക്കൾ പറഞ്ഞത് എന്തായിരുന്നു? ആ കുട്ടി സതുദ്ദേശത്തോടെ പറഞ്ഞതാണ് എന്നായിരുന്നു. നിങ്ങളുടെ ദുരുദ്ദേശവും സതുദ്ദേശവുമെല്ലാം ജനങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. റെയിൽവേ സ്റ്റേഷനിൽ നിന്നും തീരാവേദനയിൽ പിടഞ്ഞ് കിടന്നുകൊണ്ട് ആശുപത്രിയിലേക്ക് പോയ ആള് പിറ്റേന്ന് പുലർച്ചെ ദേശാഭിമാനി വരെ പറ്റിച്ച് നാട്ടിലോട്ട് തിരിച്ചു.
എന്തുകൊണ്ടാണ് പരിയാരം മെഡിക്കൽ കോളേജിൽ നിന്നും ഒരു ആംബുലൻസിൽ നിലവിളി ശബ്ദമിട്ട് നേരെ കോന്നി മെഡിക്കൽ കോളേജിലേക്ക് ഈ മന്ത്രി പോകാതിരുന്നത്? ഒരു പ്രസ്ഥാനം ചെന്നുപെടുന്ന വല്ലാത്തൊരു അവസ്ഥയാണിത്. ഇതിന് ചികിത്സയില്ല.